കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഒരു സീറ്റ് പോലും നേടാനായില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാവി എന്ത്? ഇത്തവണ ബി.ജെ.പിയെ സംബന്ധിച്ച് അക്കൗണ്ട് തുറക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. കാരണം രാജഗോപാൽ നേമത്ത് നേരത്തെ തന്നെ അക്കൗണ്ട് തുറന്നതാണ്. അടച്ച അക്കൗണ്ട്, പൂട്ടിയ അക്കൗണ്ട് വീണ്ടും തുറക്കുക, കൂടുതൽ സീറ്റുകൾ നേടുക. ഇതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. രാജീവ് ചന്ദ്രശേഖരൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹം RSSൽ നിന്നോ അതേപോലെ ബി.ജെ.പിയുടെ പ്രാദേശിക ഘടകത്തിൽ നിന്നോ താഴേക്കിടയിൽ നിന്ന് മത്സരിച്ചു വന്ന ഒരാളല്ല. തല്ലുകൊണ്ടും പോസ്റ്റൊട്ടിച്ചും വന്ന ആളല്ല രാജീവ് ചന്ദ്രശേഖർ. മറിച്ച് മോദിയുടെയും അമിത്ഷായുടെയും ഒരു പ്രതിനിധി എന്ന നിലയിലാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് വരുന്നത്. 2024 മോദിയുടെയും അമിത്ഷായുടെയും പ്രതീക്ഷ രാജീവ് ചന്ദ്രശേഖർ ഒരു പരിധി വരെ കാത്തു സൂക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തിരുവനന്തപുരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ അവസാന നിമിഷം വരെ അദ്ദേഹത്തിന് മുൾമുനയിൽ നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ചില്ലറ കാര്യമല്ല. അദ്ദേഹത്തിന് നഗരകേന്ദ്രീകൃതമായ വലിയ വോട്ട് ലഭിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ആത്മവിശ്വാസമാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴും നേമത്ത് വെച്ച് പുലർത്തുന്നത്. പൂട്ടിയ അക്കൗണ്ട് റീഓപ്പൺ ചെയ്യുക എന്നത് മാത്രമല്ല അദ്ദേഹത്തിന് മുന്നിലുള്ള വെല്ലുവിളി, മറിച്ച് കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 8 മുതൽ 15 സീറ്റ് വരെ നേടാനാകും എന്നാണ് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ തന്നെ ചെയ്ത ഒരു കാര്യം, പരമ്പരാഗതമായി ഇവിടെ നിലനിന്നിരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതായത് വി മുരളീധരനും തുഷാർ വെള്ളാപ്പള്ളിയും അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനെ വെട്ടിനിരത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദൗത്യം. ആ ദൗത്യം വിജയം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും അദ്ദേഹം നിഷ്പ്രഭമാക്കുകയാണ് ചെയ്തത്. അവരോടൊപ്പം ഉണ്ടായിരുന്ന സി കൃഷ്ണകുമാർ, അതേപോലെ തന്നെ പി സുധീർ എന്നിവരെ സംഘടനാ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി. എൻ രാധാകൃഷ്ണനെ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കി. തൊട്ടു പിന്നാലെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന സി ശിവൻകുട്ടിയെയും അദ്ദേഹം ഒഴിവാക്കി. MD രമേശിനെ അദ്ദേഹം ഒതുക്കി. അങ്ങനെ ഒതുക്കേണ്ടവരെ ഒതുക്കിയും പഴയ സമവാക്യങ്ങളെ തകർത്തുകൊണ്ടും രാജീവ് ചന്ദ്രശേഖർ പുതിയൊരു കോക്കസിനെ ഉണ്ടാക്കിയെടുത്തു. അനൂപ് ആന്റണി, അതേപോലെ ഷോൺ ജോർജ്, തിരുവനന്തപുരത്തെ സുരേഷ് അടക്കമുള്ള പുതിയൊരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിക്കൊണ്ട് ഈ പറയുന്ന CJP എന്ന് ആക്ഷേപിക്കപ്പെടുന്ന കണിച്ചുകുളങ്ങര ജനതാ പാർട്ടി എന്നറിയപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പിനെ മുരളീധരൻ, കെ സുരേന്ദ്രൻ, തുഷാർ വെള്ളാപ്പള്ളി അടങ്ങുന്ന ആ ഗ്രൂപ്പിനെ അദ്ദേഹം ഒതുക്കി എന്ന് വേണമെങ്കിൽ പറയാം. അതിന് പകരമായി അദ്ദേഹം 2020 സാബു ജേക്കബിനെ കൊണ്ടുവരികയും ബി.ജെ.പിയിലെ ഒരു പ്രധാന ഘടകകക്ഷിയായി അവസാന നിമിഷത്തിൽ അദ്ദേഹം നിയമിക്കുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിജയമായി കാണാമോ അതോ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ രാഷ്ട്രീയ അപരാധമായി കാണാമോ എന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ബി.ജെ.പി ഇത്തവണ ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ 99 മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്. BDJSന് 22 സീറ്റുകളാണ് ബി.ജെ.പി നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ 2020 സാബു ജേക്കബിന് 2020 19 സീറ്റുകൾ രാജീവ് ചന്ദ്രശേഖർ നൽകുകയുണ്ടായി. ഈ 19 സീറ്റുകൾ 2020 19 സീറ്റുകളിലെ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും മത്സരിക്കുന്നത് കോൺഗ്രസ്സുകാരാണ് എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നു. അവിടെ ഒരു ഡീലിൻ്റെ സാധ്യതയാണ് UDF ഉന്നയിക്കുന്നത്. അതൊരു പരിധിവരെ യുക്തിഭദ്രമായി ശരിയാണ് താനും. കാരണം പുതിയ കുറേ താരങ്ങളെ ഇറക്കിക്കൊണ്ടുവന്ന്, കുറേ ടിക്ടോക്ക് താരങ്ങളെ ഇറക്കിക്കൊണ്ടുവന്ന്, ടിക്ടോക്ക് എന്നുള്ളത് കൊട്ടേഷനാണ് ഇടുന്നത്, അത്തരം സോഷ്യൽ മീഡിയ അധിക്ഷേപിക്കുന്ന ടിക്ടോക്ക് താരങ്ങളെ ഇറക്കിക്കൊണ്ടുവന്ന് 2020 19 സീറ്റുകൾ മത്സരിക്കുന്നു. അതിലേറെയും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളാണ്. അവിടെ CPMുമായി രാജീവ് ചന്ദ്രശേഖർ ഡീലുണ്ടാക്കി എന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. ചുരുക്കത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് എതിരെ നിൽക്കുന്ന CJP എന്ന് അധിക്ഷേപിക്കപ്പെടുന്ന പഴയ മുരളീധരൻ ഗ്രൂപ്പ് ഇപ്പോൾ വളരെ സൈലന്റ് ആണ്.
ഇൻ കേസ് ഏതെങ്കിലും കാരണവശാൽ BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ ഇവർ പൂർവാധികം ശക്തിയോടുകൂടി രാജീവ് ചന്ദ്രശേഖരനെ ആക്രമിക്കും, രാജീവ് ചന്ദ്രശേഖരനെ അടിച്ചൊതുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പാർട്ടിയിൽ വലിയൊരു സ്ഫോടനം തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രാജീവ് ചന്ദ്രശേഖരൻ ജനപിന്തുണയില്ലാത്ത നേതാവാണ് എന്നുള്ള ഒരു വലിയ ഒരു ആരോപണം സജീവ BJP പ്രവർത്തകർക്കിടയിലുണ്ട്. അവർക്ക് രാജീവ് ചന്ദ്രശേഖരൻ എത്തിപ്പിടിക്കാനാവാത്ത വിധം അകലെയുള്ള ഒരു നേതാവാണ്. അദ്ദേഹം പ്രാപ്യനല്ല ആയ ഒരു നേതാവല്ല സാധാരണ ഒരു BJPക്കാരനെ സംബന്ധിച്ച് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി അവശേഷിക്കുന്നു. ഇത്തരം ഒരു സാധാരണക്കാരനായ BJPക്കാരൻ്റെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ പതിയിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ ഒതുക്കിയിട്ടുള്ള ഈ CJP കണിച്ചുകുളങ്ങര ജനതാ പാർട്ടി എന്ന് അധിക്ഷേപിക്കപ്പെടുന്ന K മുരളീധരനും K സുരേന്ദ്രനും അതേപോലെ തുഷാർ വെള്ളാപ്പള്ളിയും അടങ്ങുന്ന പഴയ ഗ്രൂപ്പ് വീണ്ടും സജീവമാകും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. അവർ ഒരു വലിയ കലാപക്കൊടി തന്നെ രാജീവ് ചന്ദ്രശേഖരനെതിരായി BJPയിൽ ഉയർത്തും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. എന്ത് തന്നെയായാലും രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അതിന് അദ്ദേഹം തയ്യാറെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ പുതിയൊരു ഗ്രൂപ്പാണുള്ളത്. അനൂപ് ആന്റണി അടക്കം, സുരേഷ് അടക്കം, ഷോൺ ജോർജ് അടക്കമുള്ള പുതിയൊരു ഗ്രൂപ്പിനെയാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ആ സമവാക്യം, ആ ഇക്വേഷൻ എത്രത്തോളം ഫലം കാണും എന്നതിനെ ആശ്രയിച്ചിരിക്കും രാജീവ് ചന്ദ്രശേഖരൻ്റെ BJPയിലെ ഭാവി.